സാറിൻ്റെ വേറൊരു പാട്ടിൽ എനിക്കതിന് അർത്ഥം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എങ്കിലും എനിക്ക് ധാരണയുള്ളത് ഉത്സവ കൊടിയേറ്റ കേളി എൻ്റെ ഉല്ലാസ ദേവാലയത്തിലാണ് നടന്നിട്ടുള്ളത്. ശില്പങ്ങൾ പോലും ഇന്നാടും നിന്റെ സ്വപ്നത്തിൻ കൂത്തമ്പലത്തിൽ. ശരിക്കും ഈ ശാരദക്കുട്ടി നിരീക്ഷിക്കുന്നത് ഈ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് യുവാക്കളുടെയും യുവതികളുടെയും പ്രേമത്തിൻ്റെ ഉത്സവങ്ങൾ കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഉത്സവങ്ങൾ, ഈ ഉത്സവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രേമോത്സവം കൂടിയാണ്. ആ അർത്ഥത്തിലാണോ അതിനെ വായിക്കുന്നത്? അതങ്ങനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം പ്രണയം മുട്ടിടുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരുടെ അനുഭവത്തുണ്ടാകും. കാരണം നമ്മൾ ക്ഷേത്ര ദീപാരാധന തൊഴുതു നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണുകൾ പോകുമ്പോൾ നല്ലൊരു പെണ്ണ് നിൽക്കുന്നു. അതെ, നമ്മൾ അവളെ നോക്കും. അപ്പോൾ അത് തന്നെ ഞാൻ തുറന്നെഴുതിയൊരു പാട്ടുണ്ട്. കർപ്പൂരദീപത്തിൻ കാന്തിയിൽ കണ്ട് ഞാൻ നിന്നെ ആ സന്ധ്യയിൽ, ദീപാരാധന നേരത്ത് നിൻ മിഴിദീപങ്ങൾ തൊഴുതു ഞാൻ. അത് വ്യക്തമായി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഉത്സവം എന്ന് പറയുന്നത് ഒരു പ്രണയത്തിൻ്റെ, പലർക്കും പ്രണയോത്സവം കൂടിയാണത്. അത് പക്ഷേ ഇവിടെ അത് മാത്രമല്ല. ഇവിടെ ഉത്സവ കൊടിയേറ്റ കേളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ രണ്ടു പേർക്കും മനസ്സിൽ പ്രണയം തോന്നിക്കഴിഞ്ഞ് ഞാൻ പറയാൻ പോവാണ്. ഇത് രഹസ്യമായിട്ട് നമുക്ക് പറയാം. ഞാൻ നിന്നോട് പറയും എൻ്റെ പ്രേമത്തെക്കുറിച്ച്, ഞാൻ എങ്ങനെ പറയും നിൻ്റെ പ്രണയത്തെക്കുറിച്ച് എന്നൊക്കെ എഴുതാം. പക്ഷെ ഞാനവിടെ എന്താ വെച്ചാൽ ഉത്സവമാണ്, ആണ് ഇവരുടെ ഉത്സവം തുടങ്ങുകയാണ്. പ്രണയത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. അപ്പം ഉത്സവ കൊടിയേറ്റമാണ്. കാരണം പറയാൻ പോകുന്നത് ഉത്സവ കൊടിയേറ്റ കേളി എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ. ഉല്ലാസം പറഞ്ഞ് ഇനി സന്തോഷിക്കാൻ ദേവാലയത്തിൽ, എൻ്റെ ദേവാലയമാണ്, എൻ്റെ ഉല്ലാസ ദേവാലയത്തിലാണ് കൊടിയേറ്റ്. അല്ല വെറും അമൃത കൊടിയേറ്റതല്ല പറയുന്നത്. ഉത്സവ കൊടിയേറ്റ കേളി എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ, സ്വപ്നങ്ങൾ പോലും ഇന്നാടും എൻ്റെ സ്വപ്നത്തിൻ ശില്പങ്ങൾ പോലും ഇന്നാടും. കാരണം ശില്പങ്ങൾ നിശ്ചലമല്ലേ. പക്ഷേ ഈ പ്രണയം എന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ ശില്പങ്ങൾ പോലും നൃത്തം ചെയ്യും. അത് പ്രണയം മാത്രമാണ്. രതി എത്രത്തോളം അതിനകത്ത് സങ്കല്പിക്കാം. അതെ, പ്രണയം. ശില്പങ്ങൾ പോലും നാടും നിന്റെ സ്വപ്നത്തിൻ കൂത്തമ്പലത്തിൽ, നിന്റെ സ്വപ്നത്തിന്റെ കൂത്തമ്പലത്തിൽ ശില്പങ്ങൾ പാടും. അങ്ങനെയല്ല, നമ്മുടെ സ്വപ്നത്തിൽ എന്തൊക്കെ സംഭവിക്കും? അതെ, റിയൽ അല്ല. അതുകൊണ്ട് ഏതുവരെ വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം, പോവാം. കാരണം ശില്പങ്ങൾ പോലും ശില്പങ്ങൾ ആടുവോ? അതെ, ശില്പങ്ങൾ സ്വപ്നത്തിന്റെ കൂത്തമ്പലത്തിലാടും. അതെ, സാധാരണ കൂത്തമ്പലത്തിലാടില്ല, പക്ഷെ സ്വപ്നങ്ങളുടെ കൂത്തമ്പലത്തിലാടും. അതെ അതെ. അതായത് എൻ്റെ പാട്ടുകളിൽ ചില മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാവില്ല. അതെ, കുറച്ചുകൂടെ ആഴത്തിൽ നോക്കണം. അത് മനസ്സിലാക്കി കുറച്ച് ഭാഷാപരമായ അറിവ് കൂടുതൽ വേണം. പിന്നെ പ്രണയം എന്താണെന്ന് അറിയണം. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സംഗീതത്തിന് താളമുണ്ട്. അപ്പോൾ സംഗീതത്തിൻ്റെ താളത്തിൽ എൻ്റെ അക്ഷരങ്ങളുടെ താളം ലയിപ്പിക്കാത്തതാണ്. ഇപ്പം രണ്ട് താളം കൂടെ ചേരുമ്പോൾ ഈ പാട്ട് ഹിറ്റാകും. ഒരു ഉദാഹരണം മാത്രം പറയും. ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു, ഇന്നും അവസാനിച്ചു. ആ ലിറിക്കൽ യുദ്ധം വന്നു. ഈ ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു, ഇന്നും അവസാനിച്ചു. ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു, പകൽക്കിനാവൻ പനിനീർ മഴയിൽ പണ്ട് നിൻമുഖം പകർന്ന ഗന്ധം. അക്ഷരങ്ങളുടെ താളം വന്നു. പകൽക്കിനാവിൻ പനിനീർ മഴയിൽ പണ്ട് നിൻമുഖം പകർന്ന ഗന്ധം. അപ്പോൾ എത്ര 4 പാ വന്ന് വീണു. ആ ഋതമാണ്. അപ്പോൾ ഈ ലിറിക്കൽ ഋതവും സംഗീതത്തിൻ്റെ ഋതവും ചേരുമ്പോൾ സാധാരണ ഇല്ലാത്ത ഒരു പ്രത്യേകത പാട്ടിന് വരും. ഒരു അസാധാരണത്വം വരും. ഇത് കണ്ടുപിടിച്ച ഒരു സംഗീത സംവിധാനം എം എസ് വിശ്വനാണ്. എം എസ് വിശ്വനാഥൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രശസ്ത കവി പ്രഭാവർമ്മ ഒരു കവിത ഇട്ടിട്ടുണ്ട്. ശ്രീകുമാരൻ എന്ന് പറഞ്ഞിട്ട്, ശ്രീകുമാരൻ എന്നൊരു കവിത ഇട്ടിട്ടുണ്ട് പ്രഭാവർമ്മ. ഇത് പറഞ്ഞിട്ട് എം എസ് വിശ്വനാഥ് ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങ് വയലാറിൻ്റെ കൂടെയും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെയും പി ഭാസ്കർ എല്ലാവരുടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീകുമാരൻ തമ്പിയെ ചേരുമ്പോഴൊക്കെ പാട്ടുകൾ ഹിറ്റാകാത്ത പാട്ട് വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ വിശ്വേട്ടൻ പറഞ്ഞ മറുപടി ഇതാണ്. അത് എനിക്ക് കിട്ടിയ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം. തമ്പിയുടെ പാട്ട് ഞാൻ ട്യൂൺ ചെയ്യുന്നില്ല, തമ്പിയുടെ പാട്ടിൽ സംഗീതമുണ്ട്, ഞാനിത് കണ്ടുപിടിക്കുന്നു. മനസ്സിലായ? അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിന് അറിയില്ല ഞാൻ ആദ്യം പാടുക എന്നുള്ള കാര്യം. ഞാൻ അദ്ദേഹത്തിന് അറിയില്ല. അത് അർജുന മാസ്റ്റർക്കും ദക്ഷിണാമസ്വാമിക്കും മാത്രമേ അറിയൂ ഞാൻ ഈ പാടി എഴുതുന്നുള്ള കാര്യം. അർജുന മാസ്റ്റർ എങ്ങനെ? അർജുന മാസ്റ്റർ വരുമ്പോൾ തന്നെ, ആദ്യം വന്നാൽ തന്നെ ഒരു ടേപ്പ് റെക്കോർഡ്, കൊച്ചു ടേപ്പ് റെക്കോർഡ്, കയ്യിൽ വയ്ക്കുന്ന ചെറിയ ടേപ്പ് റെക്കോർഡ്, അതുകൊണ്ട് വരിക. അന്ന് കാസറ്റിൻ്റെ കാലമല്ലേ. വയ്ക്കാം, നമ്മുടെ ചൂടൊന്ന് പാടിക്കും. ഏത് പാട്ടാണെങ്കിൽ അങ്ങനെയാണ് പറയുക. നമ്മുടെ ചൂടൊന്ന് പാടിക്കും. എന്നിട്ട് എന്ത് ഇത് റെക്കോർഡ് ചെയ്യും. ഇത് റെക്കോർഡ് ചെയ്ത് പോയി കഴിഞ്ഞ് പുള്ളി പറഞ്ഞു എനിക്ക് ഇതിൻ്റെ പ്രയാസമില്ല, പിന്നെ കമ്പോസ് ചെയ്ത് നമ്മൾ പാടി തന്ന സാധനം കേട്ടാൽ എനിക്ക് എങ്ങനെ, ഞാൻ ആ രാഗമൊന്നും എടുക്കത്തില്ല. പുള്ളി എൻ്റെ രാഗമൊന്നും എടുക്കില്ല, ഞാൻ പറഞ്ഞ രാഗത്തിൽ പുള്ളി ചെയ്യില്ല. ആ താളം മാറ്റും ചിലപ്പം.
ഇപ്പോൾ ഇതിനെ കസ്തൂരി മണക്കുന്നതിന് എൻ്റെ ആളല്ല വിളിയിട്ടിരിക്കുന്നത്. ഉം. കസ്തൂരി മണക്കുന്നല്ലോ ഞാൻ പാടിയത്. കസ്തൂരി മണക്കുന്നല്ല അർജുൻ മാറ്റിയില്ല. അതെ. അത് അനുഗ്രഹം. പക്ഷേ ഇതിൽ നിന്നൊരു ഒരു പുള്ളിക്ക് ഇൻസ്പിറേഷൻ കിട്ടും. ഉം. എൻ്റെ ട്യൂണിൽ നിന്ന് ഹി വിൽ ഗെറ്റ് എ ഇൻസ്പിറേഷൻ. ഞാൻ ഏത് വാക്കാ സ്ട്രെസ് ചെയ്തത് പാടിയപ്പോൾ, ഉം. എവിടെ ഞാൻ ഗ്യാപ്പ് ഇട്ടത്, ഉം. അതാ പുള്ളി ശ്രദ്ധിക്കുക. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ അനാഥാലയത്തിൽ വളർന്നവനാണ്, ഉം. 3 ക്ലാസ് വരെ പഠിച്ചോളൂ, 4ാം ക്ലാസ്സിൽ പൂർത്തിയാക്കിയില്ല, എനിക്ക് മലയാളമൊന്നും കഴിവില്ല, ഈ കവിത ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം നമുക്ക് പറഞ്ഞു തരണം, നമ്മൾ പറഞ്ഞു തരണം എന്താ ഉദ്ദേശിക്കുന്നത്, ഉം. ഏതാണ് അത്. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പുള്ളി ഈ പാട്ടുകളിലൂടെ നല്ല അറിവ് സമ്പാദിച്ചു പിന്നീട് എന്നുള്ളതാണ്. പിന്നെ പുള്ളി ചെയ്യുന്ന പാട്ടുകളൊക്കെ നമ്മളൊന്നും പറയാതെ തന്നെ അത് അറിവ് പ്രതിഫലിച്ചു. പകരം എല്ലാം പഠിച്ച് എടുത്താണ്. തീർച്ചയായിട്ടും. ഉത്രാടപ്പൂനിലാവേവ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, തിരുവോണത്തിൻ കോടിയുടുക്കാൻ തെരുവിൻ മക്കൾ കൊതിച്ചിരുന്നു, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തിയിടുവാൻ. വയറിന്റെ നാദം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർക്ക് ഓണക്കോടിയുമായി വാ. പക്ഷെ അതിനകത്തൊരു ചെറിയ സാധനം ചോദിക്കാനുള്ളത്, ഈ വാമനന്മാരെന്ന് പറയുന്നത് ഈ കുട്ടികൾ തന്നെയാണോ? ചെറുതായതുകൊണ്ടാണ് വാമനന്മാരായിട്ട് സങ്കല്പിച്ചത്? അവർ കുട്ടികളാണ്. ഇപ്പോൾ വാമനന്മാരാ, പക്ഷെ അവർ വളരും. അപ്പം നമ്മൾ അതായത് അത് നിങ്ങൾ മറക്കരുത്. അതെ അതെ അതെ. ഒരു കാലത്ത് നിങ്ങളുടെ തലയെ ചവിട്ടാൻ യോഗ്യരായി വളരും. ഓ, അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതാ വാമനൻ യൂസ് ചെയ്തത്. വാമനൻ എന്താ ചെയ്ത്? ഏറ്റവും വലിയ ചക്രം തലയിൽ ചവിട്ടി. കണ്ടാൽ ചെറിയ രൂപം. അപ്പോൾ ഈ രൂപം കണ്ടിട്ട് നിങ്ങൾ അവരെ തള്ളരുത്, റൂട്ടിൽ തള്ളരുത്. അവരെന്ന് വളരെ നേരെ തലയിൽ ചവിട്ടെന്ന് പറയാൻ പറ്റും. അതിൽ കൂടുതൽ കമ്മ്യൂണിസം ഉണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ദർശനം ഇതിൽ കൂടുതൽ പറയാൻ പറ്റും. അതെന്തുകൊണ്ട് പറഞ്ഞാൽ, നമ്മുടെ ഓണപ്പാട്ടുകൾ ധാരാളം കേൾക്കും. ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഓണപ്പാട്ടുകൾ. പക്ഷെ ഓണപ്പാട്ടിൽ പോലും ഈ ദുഃഖിതരുടെ നമ്മൾ ആഘോഷമാണ്, ഉത്സവമല്ലേ. ഉത്സവത്തിന് ദുഃഖിതർക്ക് എന്താ സ്ഥാനം? ഓണ ഉത്സവം ആഘോഷം, മഹാബലി വരുന്നു, പിന്നെ ഇതാണ് ഇവിടെ സ്വർണ്ണാഭരണങ്ങൾ, പിന്നെ പൂക്കളങ്ങൾ, എവിടെയും സന്തോഷം മാത്രം, എവിടെയും ആഹ്ലാദം മാത്രം. പക്ഷെ അതിനിടയ്ക്ക് റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട്. ഇതെപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ഘടകമാണ്. ഞാൻ അങ്ങനെ സഹായിക്കാറുമുണ്ട് ഈ ഓണക്കാലത്തും, അതുപോലെ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ സമയത്ത് അതൊരു പാട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് പിന്നെ ഞാനൊരു കഥാസന്ദർഭമില്ല, എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. കാരണം കാസറ്റ് പാട്ടാണ്, ഉത്സവ ഗാനങ്ങൾ. യേശുദാസിൻ്റെ തരംഗിണി കാസറ്റാണ്. അപ്പോൾ അവിടെ യേശുദാസ് പാട്ട് കണ്ടതിന് ഇങ്ങനെ എഴുതി ചോദിക്കത്തില്ല, എനിക്ക് ഉറപ്പാണ്. ചോദിച്ചാൽ എനിക്ക് മറുപടി അറിയാം, മറുപടി പറയാറില്ല. മറുപടി പറഞ്ഞ് യേശുദാസിനെ കൂടി സമ്മതിപ്പിക്കാൻ അറിയാം. പക്ഷെ സാധാരണ യേശു അങ്ങനെ പാട്ട് എനിക്ക് ചോദിക്കാറില്ല. രവീന്ദ്രൻ എന്നോട് ചോദിച്ചു, സാർ ഇപ്പം നമ്മളിങ്ങനെ എഴുതിയാൽ ഒരു ആളുകൾ ഇതെങ്ങനെ എടുക്കും? ഞാൻ പറഞ്ഞു അത് അതേ അർത്ഥത്തിലെടുക്കും. ഞാൻ വിശദീകരിച്ചപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ ഓ ഗംഭീരം എഴുതുന്നത്, അത് ആരും പറയാത്ത കാര്യം എന്ന് ആദ്യം സംശയം പഠിപ്പിച്ച രവി തന്നെ അത് സമ്മതിച്ചു. ഞാനിങ്ങനെ പൊന്നൊരുവാൾ അമ്പിളിയിരുന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു കാലം മാറി വരും കാറ്റിൻ ഗതി മാറുന്നൊരു പാട്ടുണ്ട്, വളരെ ഫേമസ് പാട്ട്. അത് രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർക്കാൻ കാരണം, ഈ സുനാമി വന്നില്ലേ, സുനാമി വന്ന ആ കാലം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നടൻ മാള അരവിന്ദൻ, പുള്ളിക്ക് സംഗീതത്തിൽ വിവരമുള്ള ആളാണ്, തബലിസ്റ്റാണ്. പുള്ളി ഒരു ചാനലിൽ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ കവികൾക്ക് ദീർഘദർശനമുണ്ട്. കാരണം സുനാമി വരുമെന്ന് നേരത്തെ ഒരു പാട്ട് വന്നിട്ടുണ്ട് മലയാള പാട്ടിൽ. അത് കാലം മാറി വരും കാറ്റിൻ ഗതി മാറും, കടൽ കരയാവും കര പിന്നെ കടലാകും. കണ്ടില്ലേ, കര കടലായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് കവി, അത് ഭാസ്കര മാസ്റ്ററുടെ ഒരു മഹത്വമാണത് എന്നാണ്. അത് ഈ പാട്ടിൻ്റെ ഉടവസ്ഥാനം മാളാരുന്നൻ ഡി ഭാസ്കറിന് കൊടുത്തു. ഡി ഭാസ്കർ എൻ്റെ ഗുരുവാണ്, അദ്ദേഹം ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പേര് പറഞ്ഞ് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പാട്ട് ഞാൻ എഴുതിയതാണ്. അതിൽ ലാസ്റ്റ് വരികൾ പറയാനുണ്ട്. അഭയാർത്ഥി സംഘങ്ങൾ അജയ്യരായി ഉയരും, അരമന കോട്ടകൾ തകരും, അടിമതൻ കണ്ണിൽ നെരിയുന്ന നൊമ്പരം അഗ്നിനക്ഷത്രമായി വിടരും, നാളെ അഗ്നിനക്ഷത്രമായി വിടരും. ഇത് കൂടി കമ്മ്യൂണിസം ഉണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റും ഇത്രയും മനോഹരം എഴുതിയിട്ടില്ല. പറഞ്ഞ് വർത്താനം പറയുന്നല്ലോ, എന്താണ് കമ്മ്യൂണിസം? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിപ്ലവമൊക്കെ എൻ്റെ വരികൾ വരും അത്യാവശ്യമായിട്ട്, അത്യാവശ്യമുള്ളപ്പോൾ വിപ്ലവ കവിയായിട്ട് പാടിയിരുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ